ഹായ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് നമ്മുടെ തൃശ്ശൂർ റൗണ്ടാണ് കേട്ടോ. ഞങ്ങൾ ഇന്ന് ഹോസ്പിറ്റലിൽ ഒന്ന് വന്നായിരുന്നു. അപ്പുക്കുട്ടനെ ഒന്ന് ഡോക്ടറെ കാണിക്കാൻ വേണ്ടി വന്നതായിരുന്നു. അപ്പോഴാണ് ഒരു കാര്യം ഓർത്തത്. ഇവിടെ ഒരു സ്ഥലമുണ്ട്, നിങ്ങളെല്ലാവരെയും കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. സ്ഥലം വേറൊന്നുമല്ല, ഒരു ക്ലോത്ത് ബാങ്കിന്ന് എല്ലാവരും കേട്ടിട്ടുണ്ടാവും ചിലപ്പോൾ. മറ്റേ ചിറമേലച്ചൻ്റെ ഒരു സംരംഭമാണ് ക്ലോത്ത് ബാങ്ക്. അപ്പോൾ അവിടെ ക്ലോത്ത് ബാങ്ക് എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് നമുക്കൊക്കെ ആർക്ക് വേണമെങ്കിലും അവിടെ നമ്മുടെ ഉപയോഗിച്ച ഡ്രസ്സുകൾ, അത് ആർക്കെങ്കിലും ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ളത് ഇങ്ങനെ നമുക്ക് കൊണ്ടുപോയി അവിടെ കൊടുക്കാൻ പറ്റും. നമുക്കതുപോലെ അവിടെ നിന്ന് മേടിക്കാനും പറ്റും. കുഞ്ഞു പിള്ളേരുടെ ഡ്രസ്സുണ്ട്, എല്ലാ ആൾക്കാരുടെയും ഡ്രസ്സുണ്ട്. പിന്നെ കല്യാണങ്ങൾക്കൊക്കെ നമ്മളിപ്പോൾ ഒരു തവണ കല്യാണത്തിനോ എൻഗേജ്മെൻറ്റിനോ റിസപ്ഷനൊക്കെ അങ്ങനെ നമ്മൾ ഒറ്റ തവണയല്ലേ ഇടുകയുള്ളൂ. അതൊക്കെ നമുക്ക് കൊണ്ടുപോയി കൊടുക്കുകയാണെങ്കിൽ അതൊക്കെ പാവപ്പെട്ട ആൾക്കാർക്കൊക്കെ അവരുടെ ഒരു കല്യാണ സമയത്തൊക്കെ നല്ല രീതിയിലുള്ള ഡ്രസ്സ് ഇടാനും ഒക്കെ പറ്റും. അപ്പം അങ്ങനെ ഞങ്ങളിത് അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഇടയ്ക്ക് ഇങ്ങനെ പോയിട്ട് പിള്ളേർക്കൊക്കെ നല്ല ഡ്രസ്സുകൾ നോക്കി എടുത്തിട്ടുണ്ട്. നല്ല ഡ്രസ്സുകളൊക്കെയാണ് അവിടെ കിട്ടുന്നത് കേട്ടോ. അതായത് നമ്മൾ കീറിയതും മുഷിഞ്ഞതുമായിട്ടൊന്നും കൊടുക്കരുത്. ഇപ്പം പിള്ളേർക്കൊക്കെ ബർത്ത്ഡേക്കൊക്കെ ആണെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ സമ്മാനം കിട്ടുമല്ലോ. അപ്പം അത് ചിലപ്പം ഒരു ഒന്നാം ബർത്ത്ഡേക്കൊക്കെ കിട്ടും, അല്ലെ മാമോദീസയ്ക്ക് ഒരു തവണയൊക്കെയല്ലേ നമ്മൾ ഇടുകയുള്ളൂ. അപ്പം അതൊക്കെ നമുക്ക് നല്ല രീതിയിൽ വാഷ് ചെയ്ത് തേച്ച് കൊടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അവിടെ. അപ്പം അങ്ങനെ നമുക്ക് കൊടുക്കാൻ പറ്റും കേട്ടോ. അപ്പം പോകുന്ന വഴി ഇപ്പം കാണിച്ചു തരാം. ഇതിപ്പം നമ്മുടെ തൃശ്ശൂർ റൗണ്ടാണ്. റൗണ്ടിൽ നിന്ന് ഇത് വടക്കേ സ്റ്റാൻഡിന്റെ ഭാഗമാണ് കേട്ടോ. അപ്പോ വടക്കേ സ്റ്റാൻഡിലേക്ക് അങ്ങനെയാണ് തിരിഞ്ഞു പോകുന്നത്. ഇത് എവിടെയാണ് ശരിക്കും? ഈ വിമല കോളേജിന്റെ അടുത്താണ് ഈ സ്ഥലം വരുന്നത് കേട്ടോ. ചേറൂരെന്ന് പറയും, ചേറൂര്. അപ്പൊ അവിടെ ചെന്നിട്ട് ഞാൻ എടുക്കാൻ പറ്റുമെങ്കിൽ വീഡിയോ എടുത്ത് നിങ്ങളെ കാണിച്ചു തരാം. ഇല്ലെങ്കിൽ ഞാൻ ആ ലൊക്കേഷൻ മാത്രം കാണിച്ചു തരാം കേട്ടോ. ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചിട്ട് വീഡിയോ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്ത് ഉള്ളൊക്കെ കാണിച്ചു തരാം. അവിടെ ഡ്രസ്സ് മാത്രമല്ല കേട്ടോ, അവിടെ ഇങ്ങനെ എന്താ പറയാ ഓർഗാനിക് ആയിട്ടുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. തേനുണ്ട്, പിന്നെന്താ മറ്റേ കശുവണ്ടി ഉണ്ട്, പിന്നെ നെല്ലിക്ക ഒക്കെ ഉണ്ട്. പിന്നെ നമ്മൾ വടക്കേ സ്റ്റാൻഡിൽ നിന്ന് ഇപ്പൊ നമ്മൾ വേറെ വിമല കോളേജിന്റെ അടുത്തേക്കാണ് പോകുന്നത്. ആ ഭാഗത്താണ്. അവിടെ എത്തിക്കഴിയുമ്പോൾ കാണിച്ചു തരാവേ. പിന്നെ അവിടെ നമുക്ക് പഴയ ഡ്രസ്സുകൾ മാത്രമല്ല കേട്ടോ കൊടുക്കാവുന്നതല്ല, പുതിയത് വേണമെങ്കിൽ കൊടുക്കുകയും ചെയ്യാം. പുതിയ ഡ്രസ്സും ഉണ്ട് കേട്ടോ അവിടെ. നമുക്ക് ചെറിയ പിള്ളേർക്കുള്ള ഡ്രസ്സുകൾ പിള്ളേർക്കുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ സാരി, നൈറ്റി അങ്ങനത്തെ ഒക്കെ കണ്ടിട്ടുണ്ട് പുതിയത്. അങ്ങനെയുണ്ട്. അപ്പൊ നമ്മളിത് വിമല കോളേജിന്റെ അവിടെ എത്തി കേട്ടോ. നമ്മള് തൃശ്ശൂര് ശക്തന്റെ അവിടെ നിന്ന് നേരെ വരിക ചേറൂര് അല്ലേ, ചേറൂര്. ഇതാണ് വിമല കോളേജ്. വടക്കേ സ്റ്റാൻഡിൽ നിന്ന് കേട്ടോ, വടക്കേ സ്റ്റാൻഡിൽ നിന്നാണ് വരേണ്ടത്. ചേറൂരെത്തി. ഈ ശരിക്കും സ്ഥലത്തിന് പറയുന്ന പേര് പള്ളിമൂല എന്നല്ലേ, പള്ളിമൂല. ഇത് മറ്റേ വിമല കോളേജിന്റെ അതിലൂടെ നമ്മളിങ്ങ് വന്നു. അപ്പൊ നമ്മളൊരു ജംഗ്ഷൻ എത്തും. പള്ളിമൂല എന്നാണ് ജംഗ്ഷന്റെ പേര് കേട്ടോ. ഇപ്പൊ നമ്മളെ ജംഗ്ഷനിലെത്തി. ഇനി ഇപ്പൊ ഇവിടുന്ന് നമ്മള് താണിക്കുടം റൂട്ടിലാണ്. താണിക്കുടം അല്ലേ, താണിക്കുടം റൂട്ടിൽ തിരിയണം കേട്ടോ. ഇവിടുന്ന് റൈറ്റ് ആണ്. ഇത് സ്ഥലത്തിന്റെ പേര് പള്ളിമൂലയോ? ഈ സ്ഥലത്തിന്റെ പേര് പള്ളിമൂല എന്നാണ് കേട്ടോ. ഇവിടെ നിന്ന് നമ്മള് അടുത്ത റൈറ്റ് എടുക്കും. ഇതാണ് റൈറ്റ്. തിരിഞ്ഞില്ലേ, റൈറ്റ് എടുത്ത് അവിടുന്ന് ഒരു 200 മീറ്റർ ഒക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ. ശരിക്കും ഒരു വീടാണിത് കേട്ടോ. വീട്ടിലാണ് ഇങ്ങനെ ക്ലോത്ത് ബാങ്ക് എന്ന പേരിൽ ഇത് കാണിച്ചു തരാം. ഇത് നമ്മളവിടെ എത്തിയിട്ടുണ്ട്. ഉള്ളിലേക്ക് കയറിയിട്ട് എടുക്കാൻ പറ്റുമോന്ന് അറിയില്ല, പറ്റിയാൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, ഇതാണ് ക്ലോത്ത് ബാങ്ക്. ഇതാണ് കണ്ടോ, ഡ്രസ്സുകളൊക്കെ പുറത്ത് കിടപ്പുണ്ട്. ഇതൊരു വീടാണ്. ഇനി ഉള്ളിലേക്ക് കയറി ചെന്നിട്ട് എടുക്കാൻ പറ്റുമോന്ന് എനിക്കറിയില്ല. ആ ചേട്ടനോട് ചോദിച്ചിട്ട് ഞാൻ എടുത്ത് കാണിച്ചു തരാവേ. അപ്പം നമ്മളിത് ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. ഇത് കണ്ടോ, മറ്റേ കല്യാണത്തിൻ്റെ ഡ്രസ്സ്. ഇത് കല്യാണത്തിൻ്റെ അല്ലെന്ന് തോന്നുന്നില്ല, ഇത് ആദ്യ കുർബാന ഡ്രസ്സുകളൊക്കെയാണെന്ന് തോന്നുന്നു. കുട്ടികളുടെ കുറേ ഡ്രസ്സുകളുണ്ട്. ഇത് സാരിയൊക്കെയാണ് ഇരിക്കുന്നത് കേട്ടോ, ഡ്രസ്സുകൾ ഉണ്ടോ. കല്യാണത്തിൻ്റെ ഡ്രസ്സൊക്കെ ഉണ്ട്, പിന്നെ വെള്ള ഡ്രസ്സുകൾ, പിന്നെ ഇത് ആദ്യ കുർബാനയ്ക്കൊക്കെ പറ്റിയ ഡ്രസ്സുകളുണ്ട്. ആരെങ്കിലും ഇത് കാണുന്ന ആൾക്കാർക്ക് ഉപകാരപ്പെടുവാണെങ്കിൽ ഉപകാരപ്പെട്ടെ എന്ന് വിചാരിച്ച് ചെയ്യുന്നതാണ് കേട്ടോ.
ഡ്രസ്സുകളുണ്ട്, കുറേ ഉണ്ട്. ചുരിദാറുകളുണ്ട്, ലേഡീസിൻ്റെ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഇവിടെ പാർട്ടി വെയർ അങ്ങനത്തെ ഒക്കെ ഉണ്ട്. ഇത് ചെറിയ കുട്ടികളുടെ ഷർട്ട് ഒക്കെയാണിത്. ഇത് കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടുവാണെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം എല്ലാവരും. കുറേ ഉണ്ട്. അപ്പോൾ നമ്മളതിൻ്റെ ഉള്ളിൽ കയറിയായിരുന്നു കേട്ടോ. ഇത് കുറച്ച് ഷോളും കാര്യങ്ങളൊക്കെയാണ്. ഷോള് അങ്ങനത്തെ എല്ലാ സംഭവങ്ങളുണ്ട്. ഷോളുണ്ട്, പാൻറ്റുണ്ട്, പിള്ളേരുടെ വീട്ടിലിടാനുള്ള ഡ്രസ്സുകൾ ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പം കല്യാണത്തിന് വേണ്ടുന്ന ഡ്രസ്സുകൾ, ആതിർവാനയുടെ ഡ്രസ്സ്, പിന്നെന്താ ഈ റിസപ്ഷന് പറ്റിയ തരത്തിലുള്ള ഡ്രസ്സുകളും ഒക്കെയുണ്ട്. പുതിയ ഡ്രസ്സുകൾ വേണമെങ്കിൽ അതുണ്ട്. അതൊക്കെ ഇങ്ങനെ ആരോ കൊടുക്കുന്നതാണെന്നാണ് പറഞ്ഞത്. പിന്നെ അത് മാത്രമല്ല, കുറച്ച് ടോയ്സ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇന്നലെ ഞങ്ങൾ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇന്നലെ ആരോ അയച്ചു കൊടുത്താന്ന് പറഞ്ഞിട്ട് കുറച്ച് ടോയ്സും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇതിങ്ങനെ അച്ഛന് കുറച്ച് ട്രോഫികളൊക്കെ കിട്ടിയതൊക്കെ വെച്ചിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ആ ചേട്ടൻ്റെ അടുത്ത് ചെന്നപ്പോൾ അവർ പറഞ്ഞു, അതിനിപ്പോൾ എന്താ, വീഡിയോ ചെയ്യുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല, ഇത് എല്ലാ ആൾക്കാരും കാണട്ടെ, പരമാവധി ആൾക്കാരിലേക്ക് ഇത് എത്തിക്കണമെന്നൊക്കെ പറഞ്ഞു. ഇത് കണ്ടോ, ഇങ്ങനെ കോട്ടും സ്യൂട്ടും ഒക്കെ ഉണ്ട്. കല്യാണങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള സംഭവങ്ങൾ അങ്ങനത്തെ ഒക്കെ ഉണ്ട്. പിന്നെന്താ, കുറേ കോട്ടുകളുണ്ട് കേട്ടോ, കുറേ ഇതുണ്ട്. അപ്പോൾ അവർ പറയും അവരുടെ അടുത്ത് കോളേജുകളൊക്കെ ഉണ്ട്. മറ്റേ ഈ ഗവൺമെൻറ് കോളേജ് ഉണ്ട്, വിമല കോളേജ് ഉണ്ട്. അപ്പം ആ ചേട്ടൻ പറഞ്ഞു വരുന്നതൊക്കെ അപ്പം തന്നെ എല്ലാം ചിലവായി പോവാന്ന് പറഞ്ഞു. പിള്ളേർ കോളേജിൽ നിന്നുള്ള പിള്ളേരൊക്കെ ആണെങ്കിലും വന്ന് വലിയ റേറ്റ് ഒന്നും ഇല്ലല്ലോ, അപ്പം അങ്ങനെയൊക്കെ വന്ന് എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. അപ്പം നല്ല ചിലവാന്ന് പറഞ്ഞു ഇപ്പോൾ. അപ്പം അത് നല്ലൊരു കാര്യമല്ലേ. ഇപ്പം നമ്മുടെ വീട്ടിലൊക്കെ ഉപകാരമില്ലാതെ കുറേ സാധനങ്ങൾ ഇങ്ങനെ ഇരിപ്പുണ്ടാവും. അപ്പോൾ നമ്മളെന്തായാലും അത് ഉപയോഗിക്കില്ല. അപ്പോൾ അത് ഇങ്ങനെ നമ്മളിങ്ങനെയൊക്കെ കൊണ്ട് കൊടുക്കുകയാണെങ്കിൽ അത് വേറൊരാൾക്ക് ഉപകാരമാവുമല്ലോ. ഇപ്പോൾ ആർക്ക് വേണേലും, ഇതിപ്പോൾ പൈസയുള്ളവരാണേലും പാവപ്പെട്ടവരാണേലും ആർക്ക് വേണേലും വാങ്ങിക്കാമല്ലോ. എല്ലാവരും എന്തായാലും ഡ്രസ്സുകളൊക്കെ കുറച്ച് കഴിയുമ്പോൾ പാകാവാതെ വരും. അപ്പോൾ നമ്മൾ ഒരുപാട് പൈസ അതിൽ മുടക്കുന്നതിലും നല്ലത് ഇങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിൽ അത് നമുക്കും ഒരു ഉപകാരമാണ്. നമ്മളിപ്പോൾ അത് കൊടുക്കുകയാണെങ്കിൽ വേറൊരാൾക്കും അതൊരു ഭയങ്കര ഉപകാരമല്ലേ. ഇന്നലെ പട്ട് സാരിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു, ഇപ്പം ഇന്ന് വീഡിയോ ഇപ്പോൾ ക്രിസ്മസ് ഒക്കെ അല്ലേ വരുന്നത്. അപ്പോൾ ക്രിസ്മസ് കഴിഞ്ഞാൽ അച്ഛനൊന്ന് ഫ്രീ ആവും, ചിറമേലച്ഛനൊന്ന് ഫ്രീ ആവും. അപ്പോൾ അച്ഛൻ വരുമ്പോൾ ഒരു ദിവസം അച്ഛനെ വിളിച്ചാൽ മതി, അച്ഛൻ വന്ന് വീഡിയോയിൽ പറയാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മളിനി അടുത്ത് തന്നെ അങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പറ്റിയേ ചെയ്യാം. അപ്പോൾ കുറച്ച് പട്ടുസാരികളും ഒക്കെ ഉണ്ട് കേട്ടോ. നല്ല സാരികളൊക്കെ ഉണ്ട്. പിന്നെ സാരികളൊന്നും മാത്രമല്ല, പിന്നെ ഇത് കണ്ടോ, വളകൾ കണ്ടോ. അത് അവർ പറഞ്ഞത് ഇങ്ങനെ കടകളൊക്കെ ഒഴിവാക്കിയപ്പോൾ അപ്പോൾ അവിടെ ഇങ്ങനെ കുറച്ച് സാധനങ്ങൾ കാണുമല്ലോ, അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നാന്നാണ് പറഞ്ഞത് കേട്ടോ. ഇതാണ് എൻ്റെ ഒരു വീഡിയോയിൽ അതിൻ്റെ അഡ്രസ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, ഫോൺ നമ്പർ ഉണ്ട്, ആ ചേട്ടനെ വിളിക്കാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. ടാറ്റാ.